പ്രിയപ്പെട്ടവരെ, സന്തോഷമായിട്ടിരിക്കണം. കൃപാസനം തുറന്നതിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളും അമ്മ കാണിക്കുന്ന ദിവസങ്ങളാണ്. ഇന്നലെ 15 സാക്ഷ്യങ്ങളാണ് ഉണ്ടായത്. കടുത്ത പനി വന്ന് ന്യൂമോണിയ പോലുള്ള വന്ന് നടക്കാൻ പറ്റാത്ത കുഞ്ഞിനെ അമൃതയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ലോക്ക്ഡൗണായ കൃപാസനത്തിൻ്റെ പുറത്ത് നിന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ തന്നെ കുഞ്ഞ് നടന്നു തുടങ്ങി. ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 17 കൊല്ലം മക്കളില്ലാതിരുന്നു. അവരുടമ്പടി ചെയ്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ കിട്ടി. അതൊക്കെ ഇന്നലത്തെ സാക്ഷ്യത്തിൽപ്പെടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം. തിങ്കളാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥനയുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫെസ്റ്റ് ഉണ്ട്. 2 മണി തൊട്ട് സാക്ഷ്യം തുടങ്ങും. അപ്പോൾ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. 10-11 മണിയാകുമ്പോൾ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ആ സാക്ഷ്യം നോക്കും, സാക്ഷ്യം ഇൻസ്പെക്ട് ചെയ്യും, സ്കാൻ ചെയ്യും. അതിനകത്ത് ഉടമ്പടി കണ്ടൻ്റ് ഉണ്ടോ, പ്രത്യക്ഷഗണത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കും. അത് നോട്ട് ചെയ്യും. നിങ്ങളത് ബോധ്യപ്പെടുത്തും. ആ കൃപയിൽ കാര്യം എല്ലാം പ്രത്യക്ഷഗണത്തിൻ്റെ സ്ഥിരീകരണം. ഈ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവം മഹത്വപ്പെടണം. അങ്ങനെ ദൈവം മഹത്വപ്പെടുത്താൻ വേണ്ടി, ദൈവം മഹത്വപ്പെടാനും പ്രത്യക്ഷഗണം സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് കൃപാസനം അടഞ്ഞു കിടന്നാലും അനുഗ്രഹങ്ങളുടെ വാതിൽ അടയാതെ കിടക്കുന്നത്. ഇതൊരു മഹാസംഭവമാണ്. ഗൂഗിൾ മീറ്റിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ എന്തുമാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിന് ലോക്ക് ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ കവാടമാണ് കൃപാസനം. ഒരു കൊറോണയ്ക്കും ലോകം മുഴുവൻ ലോക്കാകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ വാതിൽ, ഞാൻ അടച്ച വാതിൽ തുറക്കാൻ ആർക്കും പറ്റത്തില്ല, ഞാൻ തുറന്ന വാതിൽ അടക്കാനും പറ്റത്തില്ല. കൃപാസനത്തിൽ അമ്മയിലൂടെ, പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം അനുഗ്രഹത്തിൻ്റെ, സന്ധിപ്പിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതടക്കാൻ ഒരു കൊറോണയ്ക്കും പറ്റത്തില്ല. കൈയിടിച്ച് കിടത്താൻ സുധരില്ല. പ്രിയപ്പെട്ടവരെ, ദൈവ തിരുസന്നിധി നമ്മൾ വ്യാപരിക്കുമ്പോൾ നോട്ട് ദ പോയിൻ്റ്, കുറച്ച് പോയിൻ്റുകൾ നോട്ട് ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല, അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. അനുഗ്രഹത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ്. അനുഗ്രഹത്തിൻ്റെ അവസരങ്ങൾ പലപ്പോഴും സന്ദർശനത്തിൻ്റെ സമയം പോലെയാണ്. സന്ദർശനത്തിൻ്റെ സമയം അത് അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാകാം, അനുതാപത്തിൻ്റെ അവസരങ്ങളാകാം. എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? യു വിൽ ബി റിജക്റ്റഡ്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കർത്താവിൻ്റെ ശക്തമായ വചനങ്ങളിലൊന്നാണത്. അതായത് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നെ കയക്കുന്നവരെ കല്ലെറുകയും ചെയ്ത ജെറുസലേമിന് പരിത്യക്തതയുണ്ടാകും, ശൂന്യതയും ഉണ്ടാകും. പാപത്തിൻ്റെ ഒരു കാലം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? പാപത്തിൻ്റെ കാലത്തിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? ഓരോ പാപത്തിനും ഫലമുണ്ടാവാതിരിക്കത്തില്ല. ഇതാ നിൻ്റെ ഭവനം പരിത്യക്തവും ശൂന്യവുമായിരിക്കുന്നു. കാരണം എന്താണ്? എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം നീ അറിഞ്ഞില്ല. നോൻപ് കാലം സന്ദർശനത്തിൻ്റെ സമയമാണ്. നോൻപ് കാലം മാത്രമല്ല, ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരവും, ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഒരിക്കൽ കൂടി പറയാം, ഒന്നേറ്റ് പറഞ്ഞ്, ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഓരോ അവസരവും അനുഗ്രഹത്തിന്റെ അവസരമാണ്, അനുതാപത്തിന്റെ അവസരമാണ്. ഇതാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്. ഓരോ അനുഭവവും ഓരോ അവസരമാണ്. ഓരോ അവസരവും അനുതാപത്തിൻ്റെ അവസരമാണ്. അതേസമയം തന്നെ
അനുഗ്രഹത്തിൻ്റെയും അവസരമാണ്. ഞാനിത് എവിടെ നിന്ന് പഠിച്ചെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ യെശയ്യാ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. യെശയ്യാ വായിച്ചപ്പോൾ യെശയ്യായിൽ ഹെസക്കിയ രാജാവുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹെസക്കിയ രാജാവിന് ക്യാൻസർ വന്ന്, ക്യാൻസർ രോഗം, നമ്മളോർക്ക് ഇന്ന് മാത്രമേ ക്യാൻസർ ഉള്ളെന്ന്. ക്യാൻസർ അന്നുകൊണ്ട് പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. പൊറുക്കാത്ത വ്രണം ക്യാൻസറാണ്. കാര്യം അതിൻ്റെ കോശങ്ങൾ അഴുകി പോകുന്നു, പുതിയ കോശങ്ങൾ വരുന്നില്ല. അപ്പോൾ പൊറുക്കാത്ത വ്രണം ഈ മനുഷ്യനെ ഉണ്ടായി. എല്ലാവരും പറയും ക്യാൻസറൊക്കെ ഈ കാലങ്ങളിലുണ്ടായത് രോഗമാണ്, നമ്മുടെ ജീവിതക്രമത്തിൻ്റെ പ്രശ്നങ്ങളാണെന്ന്. ഇല്ലേ, എല്ലാ രോഗങ്ങളും പണ്ടേ ഉണ്ട്, പക്ഷേ നമ്മൾക്കത് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത് യെശയ്യായ്ക്ക് വന്ന രോഗം ക്യാൻസറാണെന്ന്. കാര്യം അത് പൊറുക്കാത്ത വ്രണമാണ്. അപ്പോൾ ഈ വ്രണം വന്നതോടുകൂടി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള കോശങ്ങളൊക്കെ അഴുകിപ്പോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ യെശയ്യായുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. എൻ്റെ ദൈവവേദലേ, ദിവസങ്ങൾ എണ്ണിയാൽ രോഗത്തിന് നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തകർച്ചയ്ക്കോ കടത്തിനോ നിൻ്റെ ദിവസങ്ങളെ എണ്ണാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ദിവസങ്ങൾ തന്നത് നിന്റെ ആയുസ്സിൻ്റെ അതിനാഥനാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത് അതിൻ്റെ പേര് തന്നെ സുവിശേഷമെന്നാണ്. അത് ക്യാൻസർ രോഗിക്കും സുവിശേഷം തന്നെയാണ്, നല്ല വിശേഷമാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വിശേഷങ്ങളും മോശം വിശേഷങ്ങളാണ്, പക്ഷേ അവൻ്റെ രോഗം ഒരു സുവിശേഷമാണ്. എന്താണ്? അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തെ കിട്ടും. നീ രോഗിയാണെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവത്തെ കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞേ, ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ ജീവിത പ്രശ്നങ്ങളാൽ പരുക്കുകള് ഏൽക്കുന്നവനാണെങ്കിൽ എന്റെ അവസ്ഥ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് വശത്തേക്ക് തിരിഞ്ഞാലും എനിക്ക് ദൈവത്തിന്റെ അനുഭവം കിട്ടുന്ന രീതിയിലെ എന്റെ പ്രശ്നങ്ങളെ എന്നെ എന്റെ ദൈവത്തിലേക്ക് ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഹെസക്കിയ ഈ കൊടിയ നൊമ്പരത്തോടുകൂടി തിരിഞ്ഞത് എങ്ങോട്ടാ തിരിഞ്ഞത്? ദാനിയേൽ പണ്ട് ദേവാലയത്തിന് മട്ടുപ്പാവിൽ പോയതുകൊണ്ട് ജെറുസലേമിലേക്ക് തിരിഞ്ഞായിരുന്നു. കടുത്ത വേദന കൊണ്ട് അങ്ങനെയുള്ള ആധ്യാത്മിക ചിന്തകളൊന്നും ഹെസക്കിയയ്ക്ക് ഉണ്ടായില്ല. ഹെസക്കിയ തിരിഞ്ഞപ്പോൾ കണ്ടത് ഭിത്തിയാണ്. ഒരു ഭിത്തിയിലേക്ക് തിരിഞ്ഞാലും വേദനയുടെ കാലത്ത് നിന്റെ ദൈവം നിനക്ക് സംരംഭനാണ്. കൈയടിച്ച് യെശയ്യാ 38:2 ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് അവസ്ഥ. നീ ഒരു സങ്കടക്കാരിയാണെങ്കിൽ, നിൻ്റെ ഹൃദയം തകർന്നിരിക്കണമെങ്കിൽ നീ എങ്ങോട്ട് തിരിഞ്ഞാലും നിൻ്റെ ദൈവം നിനക്ക് സംരംഭ്യമാണ്. കൈയടിച്ച് കരങ്ങളടിച്ചുകൊണ്ട് ചിലപ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. സത്യമല്ലേ? നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം വളരെ ഇഷ്ടപ്പെട്ട് നന്നായിരുന്ന കല്യാണം ഒരു സുപ്രഭാതത്തിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായി അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചതാ. അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു,
പക്ഷേ നമ്മളതിനു വേണ്ടി ഇങ്ങനെ നൊവേനകൾ, പ്രാർത്ഥനകൾ, ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ജോലി കിട്ടിയുമില്ല, ആരെങ്കിലും പാർട്ടി ബേസിൽ അതിനടുത്ത് നമ്മുടെ അയൽവാസികൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. നമ്മൾ അവരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുമായിരിക്കും, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകാം, ഒത്തിരി പുറകിലായിരിക്കാം. അപ്പം നമ്മൾ നിന്നിടം മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും പോകും. ദൈവം എനിക്ക് തോന്നുന്നത് ആദ്യം ചെയ്യണത് നിൻ്റെ പ്രാർത്ഥിക്കാനുള്ള കണ്ടീഷൻസ് കളയുകയാണ് ചെയ്യണം. സാധാരണ നല്ലപ്പോൾ ഒരു പ്രാർത്ഥന നീ മര്യാദക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകും. രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വേദന കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തു ചെയ്യണം? പറഞ്ഞ് മനസ്സിലായോ? രോഗം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മാനസിക ഭാരം കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാനൊക്കെ പറ്റും, പക്ഷേ നമ്മുടെ പ്രാർത്ഥന ഒക്കത്തില്ല. കാര്യം പ്രാർത്ഥനയും ടെൻഷനും ഒരുമിച്ച് വരും. പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, ടെൻഷനും ആകും. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും പ്രാർത്ഥന അല്ല എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഏബിൾ ടു പ്രേ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഇങ്ങനെ സങ്കട സമയം, പ്രശ്ന സമയം, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് എസക്കിയ പറയണത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭൂതകാലങ്ങളെ നമ്മൾ ഓർക്കണം. മര്യാദയ്ക്ക് ജീവിച്ചൊരു കാലം ഉണ്ടാവില്ല നമുക്ക്, ഇല്ലേ? ഏതെങ്കിലും നമ്മൾ അത്ര മോശക്കാരല്ലോ, മര്യാദയ്ക്ക് ജീവിച്ച ഏതെങ്കിലും ഒരു കാലം നമുക്കുണ്ടാവുമല്ലോ, അല്ലേ? കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഇന്ന് വരെ ജീവിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാലം കർത്താവിൻ്റെ മുമ്പിൽ മര്യാദയ്ക്ക് വ്യാപരിച്ചൊരു കാലമുണ്ടാകും. ദാറ്റ് ഈസ് അവർ ട്രഷർ. അതാണ് നമ്മുടെ നിരതദ്രവ്യം, ഈടുവെക്കാൻ പറ്റിയ സംഭവം. എസക്കിയ ആ ഒരു സംഭവം എടുക്കുകയാണ്. കാര്യം ഹി ഹാസ് ബീൻ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവനൊരു നിസ്സാര മനുഷ്യനല്ലായിരുന്നു, അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് മിനിമം ഹോളി സ്പിരിറ്റ് ഗ്യാരണ്ടീഡാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, എസക്കിയ ഇപ്പോഴും വേദനയും രോഗവും ഒക്കെ ആയത് കാരണം നിനക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റണില്ല. പക്ഷേ ഡോണ്ട് മൈൻഡ്, അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ട, നിൻ്റെ കാര്യം നടക്കും. നടത്താൻ പറ്റിയ ഒരു പ്രാർത്ഥനയുടെ പൊരുൾ ഞാൻ പറഞ്ഞു തരാം. യു ജസ്റ്റ് റിമൈൻഡ് യുവർ പാസ്റ്റ്. നീ നിൻ്റെ പഴയ കാലം ഒന്ന് ഓർക്കണം. അതാണ് എസക്കിയ ചെയ്യണത്. എസക്കിയ വേദനയുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രശ്നങ്ങളുടെ കാലത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പക്ഷേ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് എസക്കിയ പറഞ്ഞു, എന്നാ പറഞ്ഞു? യെശയ്യാ 38:3 കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യഭിചരിച്ചിരുന്നുവെന്ന് അങ്ങോർക്കണമേ. പഴയ കാലമാണ്. ഇപ്പോഴെനിക്ക് അത്ര വിശ്വസ്തത ഒന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം എനിക്ക് വലിയ വേദന കാരണമേ, പ്രശ്നങ്ങൾ കാരണം എനിക്ക് പഴയ വിശ്വസ്തത ഒന്നും കാണിക്കാൻ പറ്റണില്ല. ഇപ്പം നമുക്കിടെ പ്രശ്നം അതാണല്ലോ. നമുക്ക് പഴയതുപോലെ കുമ്പസാരിക്കാനോ അതുപോലെ കുർബാന ഉൾക്കൊള്ളുവാനോ തീഷ്ണമായി പ്രാർത്ഥിച്ച് പെരുന്നാളിന് പോകാനോ ഒന്നും പറ്റണില്ല. അപ്പോഴെങ്ങനെ ആധ്യാത്മികത നമുക്കൊരു ചൈത്യത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊന്നും വരവിച്ചിരിക്കുകയാണ്. വാട്ട് വി ഷുഡ് ഡു? വി ഷുഡ് റിമെമ്പർ പാസ്റ്റ് ആൻഡ് ഫിഡലിറ്റി. നമ്മളെന്ത് ചെയ്യണം? പഴയ കാലങ്ങൾ ഓർക്കണം. എൻ്റെ ദൈവവേദന ഒരു ദിവസമെങ്കിലും നീ ഫിഡലിറ്റി ആയിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും വയസ്സിൽ കർത്താവിനോട് വിശ്വസ്തത പാലിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് യുവർ ഗ്യാരണ്ടി. അതാണ് നിൻ്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനം. ഒന്ന് പ്രാർത്ഥിക്കുക, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, യെശയ്യാ 38:3 പ്രാർത്ഥിക്കുന്നു. എന്റെ വിഷമസന്ധിയിലെ കാലങ്ങളിലെ പലപ്പോഴും എന്റെ വിശ്വാസം പതറിപ്പോവുകയും പ്രാർത്ഥന വിഫലമാവുകയും ചെയ്തിട്ടുണ്ട്. കർത്താവേ, വേദപുസ്തകം നൽകുന്ന വെളിപാടോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പഴയ കാലത്ത് അങ്ങയോട് കാണിച്ചിട്ടുള്ള വിശ്വസ്തതയെ
ഇപ്പോൾ അനുസ്മരിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പഴയ കാലങ്ങൾ ഓർക്കാൻ, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാൻ, ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ, ഉടമ്പടിയിൽ വിശ്വസ്ത പുലർത്താൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇതുപോലെ കൂട്ടിക്കൊണ്ട് കൈ നെഞ്ചത്ത് കൂപ്പി വെച്ചുകൊണ്ട് കർത്താവിനെ അനുസ്മരിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. അങ്ങനെ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഈശോയെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണ കർത്താവേ. അനേക മക്കൾ കർത്താവേ, ജോലി ഇല്ലാത്ത മക്കൾ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. ഈശോയെ, അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവേ. പരീക്ഷ എഴുതിയിട്ടുള്ള മക്കൾ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവർ കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. ഇവിടെ ഭൂതകാലത്തിന്റെ വിശുദ്ധതയെ അങ്ങനെ സ്മരിക്കണമേ കർത്താവേ. ഇവിടെ ഭൂതകാലത്തിന്റെ വിശുദ്ധതയെ കർത്താവേ അങ്ങനെ സ്മരിക്കുന്ന കർത്താവേ. യശക്തിയായപ്പോൾ കർത്താവേ, അവിടെ കർത്താവേ സമയക്രമം കർത്താവേ പുറകോട്ട് നീട്ടിക്കൊണ്ട് കർത്താവേ, അവർക്ക് കർത്താവ് നഷ്ടപ്പെട്ടു പോയ സമയവും അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ഈശോ ഉണ്ടല്ലോ ഒരു ആക്രി പെരുക്കണ കക്ഷിയാണ്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, ഈശോ ഒരു ആക്രി പെരുക്കണ കക്ഷിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ഛൻ എന്തെങ്കിലും നിഷിച്ച് സംസാരിക്കണം, അങ്ങനെയല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആക്രി പ്രാർത്ഥനകൾ കാണും, പൊട്ടും പൊടിയും പൊളിഞ്ഞതും ഒക്കെ. ആരെങ്കിലും ആക്രി കച്ചവടക്കാർ വരുമ്പോൾ നമ്മൾ ഓർക്കും, എന്താ ഓർക്കും, മുറ്റത്തുള്ള സംഭവങ്ങളെല്ലാം പെറുക്കി കൊടുക്കും. കാര്യം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കളയണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിയ കുപ്പികൾ, ചിലപ്പോൾ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇങ്ങനെ ആക്രി സാധനങ്ങളെല്ലാം കൊടുക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ ആക്രി പ്രാർത്ഥനകളുണ്ട്. ആക്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ വേദനയും രോഗമൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമുക്കിട്ട് പാര വെക്കുകയാണെങ്കിൽ, സൂചി വെക്കണമെങ്കിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവനിട്ടും ഒരു പണി എപ്പോഴെങ്കിലും ഒതുങ്ങി എൻ്റെ കൈ കിട്ടും എന്നൊക്കെ പറയല്ലേ. എപ്പോഴെങ്കിലും എന്നെ പാര വെച്ചവരോ സൂചി വെച്ചവരോ എപ്പോഴായാലും ഒതുങ്ങി എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവർക്കിട്ട് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പണിതിരിക്കും എന്ന് വെഞ്ചൻസ്, വൈരാഗ്യം ഉള്ളിൽ കൊണ്ടുപോകുമ്പോഴും നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലും. എന്താണ്? ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അത് ആക്രി പ്രാർത്ഥനയാണ്. പൊട്ടിപ്പോയി ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭവ്യത പൊട്ടി, പരിശുദ്ധി പൊട്ടിപ്പോയി, ഇല്ലേ? ആ ഘട്ടത്തിൽ നമ്മൾ ക്ഷമിച്ചിട്ടില്ലല്ലോ, നമ്മൾ ക്ഷമിച്ചിട്ടില്ല. സ്റ്റിൽ വി ആർ പ്രേയിങ്. എന്താണ്? ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലല്ലോ. ഈ പ്രാർത്ഥന ഡാമേജ് പ്രെയറാണ്. അത് പൊട്ടിപ്പോയ പ്രാർത്ഥനയാണ്, വക്ക് പൊട്ടിയ പ്രാർത്ഥന, അല്ലെങ്കിൽ വട്ടം പൊട്ടിപ്പോയ പ്രാർത്ഥന. അപ്പം ഇങ്ങനെ പോയ ഡാമേജ് പ്രാർത്ഥനകളെല്ലാം ആക്രി പ്രാർത്ഥനകളാണ്. അപ്പോൾ ആക്രി പ്രാർത്ഥനകളും കർത്താവ് എടുക്കും. അപ്പം നിങ്ങൾ കുർബാന സ്വീകരിക്കരുത്, പക്ഷേ യു ക്യാൻ പ്രേ. വാട്ട് ഈസ് യുവർ മൂഡ്? പക്ഷേ യു ക്യാൻ പ്രേ. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ഭയങ്കര ലൈംഗിക സമ്മർദ്ദം കൊണ്ടൊക്കെ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്തു പോകും. ഞാനതിനെ നീതീകരിക്കുകയല്ല. ചില 5% മനുഷ്യരെങ്കിലും അങ്ങനെ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് അവിശുദ്ധി കീപ്പ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പം നിങ്ങൾക്ക് ഉടനെ ഭയങ്കര സങ്കടം വരും. എന്താണ്? അയ്യോ ദൈവമേ, ഞാനിങ്ങനെ കയ്യിൽ നിന്ന് അകപ്പെട്ടു പോയല്ലോ, ഇനി എനിക്ക് എന്നെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിശാച് നമ്മളോട് പറയും, നീ അശുദ്ധയുള്ള ആളാണ്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോണത്? അതുകൊണ്ട് ഉടനെ നീ എന്ത് ചെയ്യും? പള്ളിപ്പൊക്കെ മുടക്കും, കുർബാന മുടക്കും. അതിന് നിൻ്റെ കാരണങ്ങളുണ്ട്, നിനക്ക് കാരണങ്ങളുണ്ടാകാം. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീ ഏത് അവസ്ഥയിലാണ് ഇരിക്കണമെങ്കിലും നീ പ്രാർത്ഥന മുടക്കരുത്. നിൻ്റെ ഏത് ഡാമേജ് പ്രയറാണെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ്. നീ വൈരാഗ്യം കൊണ്ട് പ്രാർത്ഥിക്കാം, ചിലപ്പോൾ നീ അവിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാം, ചിലപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ സമ്മർദ്ദത്തിൽ ഒരു അബോർഷൻ സംഭവിച്ചു പോയി. ഉടനെ നീ നിൻ്റെ പ്രാർത്ഥനയെ അബോർട്ട് ചെയ്യരുത്. ഞാൻ അബോർഷനെ നീതീകരിക്കുകയല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി വന്നാലും
still there is hope in Jesus. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ അവസ്ഥകൾ തൃക്കൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വാട്ട്സ് മൈ പോയിന്റ്? എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നീ ഏത് അവസ്ഥയിലായാലും കുറ്റബോധത്തിലാകാൻ ചിലപ്പോൾ മനസ്സ് ഭാരത്തോടെ ഇരിക്കുകയായിരിക്കാം. കുടുംബത്തിൽ ഭയങ്കര കലഹമുണ്ടായി, അടിപിടി തന്നെ ഉണ്ടായി എന്ന് വിചാരിച്ചോ. അന്ന് രാത്രി അത്താഴം വെച്ചിട്ടുമില്ല, വെച്ചാൽ നീ കഴിച്ചിട്ടുമില്ല എന്ന് വിചാരിച്ചോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞായറാഴ്ചയാണ്, അപ്പം നീ പള്ളി വരുന്നില്ലേ, അപ്പം നിൻ്റെ മോന്ത കണ്ടാൽ അറിയാൻ പറ്റും നീ അന്ന് പള്ളിയിൽ പോണില്ലെന്ന്. ദൈവ പൈതലേ, നീ ദൈവ പൈതലാണ്. കാര്യം നിന്നെ കാത്തൊരാളിരിപ്പുണ്ട്. ആരെല്ലാം നിന്നെ കാത്തിരുന്നില്ലെങ്കിലും അക്കാലം ആ ദിവസം പ്രത്യേകിച്ച് ദൈവം നിന്നെ കാത്തിരിക്കുന്ന ദിവസമാണെന്നാണ് പരിശുദ്ധാത്മ പറയുന്നത്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഒരു നാളും മറക്കത്തില്ല നിന്റെ നാളുകൾ, നിന്റെ ദിവസങ്ങൾ. ഒരു പക്ഷേ ഭാരപ്പെട്ട ദിവസങ്ങളാകാം, അയോഗ്യമായ ദിവസങ്ങളാകാം, അശുദ്ധമായ ദിവസങ്ങളാകാം. ഈ ദിവസങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വരാൻ നിന്നെ കർത്താവ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വചനമുണ്ട്. എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ദിവസം ഒരു സാധുവിധവ അവനോട് വന്ന്, യജമാനനെ എനിക്ക് നീതി നടത്തി തരണമെന്ന് അപേക്ഷിച്ചു. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിലും ഈ സാധുവിധവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇഫ് സോ, തന്നോട് യാചിക്കുന്നവർക്ക് രാവും പകലും തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം എത്ര അധികമായി നീതി നടത്തി കൊടുക്കാതിരിക്കില്ല. അപ്പോൾ നിൻ്റെ രാവുകൾ ഒരുപക്ഷെ അശുദ്ധമാകാം, നിൻ്റെ പകലുകൾ ഒരുപക്ഷെ സംഭ്രമമാകാം. സംഭ്രമമാകുന്ന പകലുകൾ നിനക്ക് അവകാശമാകുമ്പോൾ, അശുദ്ധമായ രാവുകൾ നിനക്ക് ഓഹരിയാകുമ്പോൾ, Dear Lord child, the God is waiting for you. ദൈവ പൈതലെ, കർത്താവ് നിന്നെ കാത്തിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:1 പറയണത്. എന്താണ്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഏത് അവസ്ഥയിലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ. നിൻ്റെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞ പോലെ ആക്രി പ്രാർത്ഥനയാണെങ്കിലും ഡാമേജ് പ്രെയർ ആണെങ്കിലും യു മസ്റ്റ് പ്രേ. കാരണം നിന്നെ ക്ഷമിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി മുൾക്കടം ചൂടിയ ദൈവം, നിനക്ക് വേണ്ടി തിരുവല്ല മുറിവേറ്റ ദൈവം, നിനക്ക് വേണ്ടി കരചരണങ്ങളിൽ ആണിപ്പഴുതേറ്റ ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തേണ്ട ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കൈ അടിച്ചു കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, സിസ്റ്റം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വി ആർ ലിവിങ് ഇൻ എ ചേഞ്ച്ഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചേഞ്ചബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ചേഞ്ചും സ്പിരിച്വാലിറ്റി ആൻഡ് ദ ചേഞ്ച് പ്രധാനപ്പെട്ട സബ്ജക്റ്റാണത്. എപ്പോഴും സിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ചിലപ്പോൾ ഭരണം കണ്ടിന്യൂ ചെയ്യാം, ചില ഭരണം മാറ്റം ഉണ്ടാകാം. വിധ അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭരണത്തിൽ വ്യത്യാസം വരുന്നു. ഇത് പക്ഷേ നമ്മളധികം ബാധിക്കത്തില്ല. ആര് ഭരിച്ചാലും നമുക്ക് സമാധാനം ജീവിച്ചാൽ മതി. നമുക്ക് വേറെ അജണ്ടകളൊന്നുമില്ല. മര്യാദക്ക് തൊഴിൽ ചെയ്ത് അവനവൻ ജീവിക്കണ സ്ഥലത്ത് ജീവിച്ചു പോകണം, അത്രയേ ഉള്ളൂ. സമാധാനം ഉണ്ടാകണം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് പൊതുസമൂഹത്തെ. പക്ഷേ ഭരണമാറ്റം കുടുംബത്തിലുണ്ടാകും.
നമ്മൾ എന്നും കുന്നും കാണുന്ന പോലെ ആയിരിക്കത്തില്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ മതി, കുടുംബത്തിലൊരു കല്യാണം കഴിഞ്ഞാൽ മതി, അപ്പം തന്നെ രാസമാറ്റം ഉണ്ടാകും. ഇലമെൻറ്റുകൾ മാറത്തില്ലേ? ഇപ്പോൾ സോഡിയം അത് മണ്ണെണ്ണയിടത്തിട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആ മണ്ണെണ്ണയിടത്ത് പുറത്തേക്ക് വരുമ്പോൾ സോഡിയത്തിൻ്റെ അകത്ത് ഓക്സിജൻ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം കത്താൻ തുടങ്ങും. അപ്പോൾ ഒരു എലമെൻറ്റ് എവിടുന്നെങ്കിലും എടുത്ത് മാറ്റിയാൽ, ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ, ഒരു വ്യക്തി ഇവിടുന്ന് പോയി, കല്യാണം കഴിച്ച വ്യക്തി അവിടുന്ന് ഒരു എലമെൻ്റ് അവിടുന്ന് പോയി, ഒരു തന്മാത്ര അവിടുന്ന് പോയി, അപ്പോൾ വേറെ ഒരു തന്മാത്ര വന്ന് കയറി, മകൻ കല്യാണം കഴിച്ച് പുതിയ തന്മാത്ര വന്ന് കയറി. അപ്പോൾ കുടുംബത്തിൽ കൊളിഷൻ ഉണ്ട്. ആറ്റം ഫ്യൂഷൻ വരെ ഉണ്ടാകും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഒരു തന്മാത്ര ഈ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇവിടുന്ന് പുറത്തു പോവുകയും വേറൊരു തന്മാത്ര വന്ന് ആ കുടുംബത്തിൻ്റെ എലമെൻറ്റിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒന്ന് സീറ്റാകാൻ കുറച്ച് സമയമെടുക്കും. ഇത് ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. ഇങ്ങനെ രൂപഭാവങ്ങൾ രൂപം മാറും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ രൂപങ്ങൾ മാറും. ചിലപ്പോൾ പണ്ട് കാൽഷ്യമായിട്ടിരുന്നത് ചിലപ്പോൾ ഇത് പൊട്ടാസ്യമായിട്ടിരിക്കും. അതാണ് വിഷയം. നേച്ചർ മാറിപ്പോവും. അമ്പിനും വില്ലിനും അടുക്കാത്തവർ, അർത്ഥതയ്ക്ക് ഉപ്പ് ചേക്കാത്തവർ നമ്മുടെ കുടുംബത്തിൽ വന്നാൽ, ദാനധർമ്മമുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? ദാനം ചെയ്യുമ്പോൾ തന്നെ അവർ കരുതി നമ്മുടെ കൈക്ക് പിടിക്കും. കാര്യം എന്താണ്? പണ്ട് നീ കാൽഷ്യമായിരുന്നു, ഇപ്പോൾ പൊട്ടാസ്യമാണ്. തീർന്ന്. കുടുംബത്തിൻ്റെ മൂലങ്ങൾ. ഇതിന് ബൈബിൾ പറയണ പേര്, ബൈബിൾ പല കാര്യം പറയും. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ലോകത്തിന്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അമേരിക്കയോ റഷ്യയോ ഒക്കെ മാറിയാൽ നമുക്കെന്നാ? അങ്ങനെയല്ല. നിൻ്റെ കുടുംബം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പറയണത്. 1 കൊറിന്തോസ് 7:31 കൊറിന്തോസ് സഭയുടെ ലേഖനത്തിൽ 1 കൊറിന്തോസ് 7:31 വാക്യം എന്താണ്? നിൻ്റെ കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പോരെ? നിൻ്റെ കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് നിങ്ങൾ അപ്പനും അമ്മയും അവർ പെറ്റ അമ്മ പെറ്റ 2 മക്കളും ഒക്കെ ആയിട്ട് സമാധാനത്തിൽ ജീവിക്കുകയൊക്കെ ആയിരിക്കാം. പെട്ടെന്നാണ് അവിടെ ഒരു കല്യാണം കഴിച്ച് പുതിയ ആൾ മകൻ കല്യാണം കഴിച്ചു. അപ്പോഴവന് തോന്നി, അവൾക്ക് കല്യാണം കെട്ടിക്കൊണ്ട് വന്ന അവൾക്ക് തോന്നി, ചില സ്ത്രീകൾക്ക് പ്രത്യേക മൈൻഡാണ്, അവരെ തന്നെ സ്നേഹിക്കണം, വേറെ ആരെയും സ്നേഹിക്കരുത്. സ്വന്തം ഭർത്താവ് പെങ്ങളുടെ കൊച്ചിനെ പോലും എടുക്കാൻ അനുവദിക്കാത്ത ഭാര്യമാർ കുടുംബത്തിലുണ്ട്. സ്വന്തം ഭർത്താവാണ്, പെങ്ങളുടെ കൊച്ചിനെ പോലും എടുക്കുക. അപ്പോൾ അവിടെ ചോദിക്കും, തനിക്കപ്പോൾ എൻ്റെ കൊച്ചിനെ അയിത്തമായ, ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, എനിക്ക് തന്നതല്ലേ, ഇപ്പം എന്നെ കൊണ്ട് തോന്നിയ ദിവസം പറയിപ്പിക്കരുതെന്ന് പറയും. പക്ഷെ കണ്ട രൂപഭാവങ്ങൾ മാറി. അതാണ് 1 കൊറിന്തോസ് 7:31 പറയണത്. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളാരും വിചാരിക്കരുത് ഈ രൂപം തന്നെയായിരിക്കും ഇങ്ങനെയായിരിക്കുമെന്ന്. ഇല്ല, അത് മാറും. എല്ലാം ഇപ്പം ഈശോ തന്നെ എന്താ പറയണത്? സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്യുമെന്നാണ് ഈശോ പറയണത്. ലോകത്തിൻ്റെ കുടുംബത്തിൻ്റെ മാത്രമല്ല, ദ വെരി സിസ്റ്റം വിൽ ബി കോഗുലേഷൻ സംഭവിക്കും, മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഈശോ പറയണത്. ഇപ്പം നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷമില്ലേ, നമ്മൾ 26-ാം അധ്യായം വായിക്കുമ്പോൾ പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? സിസ്റ്റമൊക്കെ മാറാം, വ്യവസ്ഥിതികൾ മാറാം, ഫീഡലിസം വന്നത് പോകാം, ക്യാപിറ്റലിസം വരാം, കമ്മ്യൂണിസം വരാം, BJP ഭരിക്കാം, ആരും ഭരിക്കാം. ഇതിനെക്കുറിച്ച് ഗോഡ് ഈസ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതായത് ദൈവം ഈ കാര്യത്തിൽ ആര് ഭരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിനൊരു പ്രശ്നമില്ല. ദൈവത്തിന് പ്രശ്നമില്ലാത്തൊക്കെ എന്തിനാണ് വിശ്വസിക്ക് പ്രശ്നമാകണത്? ഇല്ലേ? സിസ്റ്റം എന്താ? സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫിസിക്കൽ സിസ്റ്റമായിരിക്കും. ഇപ്പോൾ 26:16 മത്തായിയുടെ സുവിശേഷം, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഏത് സിസ്റ്റം വന്നാലും ആരെങ്കിലും കുറച്ച് പേര് ദരിദ്രരെ ആയി മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ കമ്മ്യൂണിസം വന്നാലും RSS വന്നാലും ആര് വന്നാലും
എന്ത് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയാലും അതാത് കാലങ്ങളിൽ പുതിയ പുതിയ ദാരിദ്ര്യം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം മനുഷ്യൻ്റെ സാമ്പത്തിക സുസ്ഥിതി മനുഷ്യൻ്റെ ബുദ്ധിയിലില്ലെന്ന് എൻ്റെ അർത്ഥം. നമ്മളിപ്പോഴും ഓരോ ഇക്കോണമി ഫോളോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ലെസ്സായിട്ടുള്ള ഒരു അനീതിയുള്ള കുറഞ്ഞ രീതിയിൽ അനീതി കുറക്കുകയും വികസനം കൂട്ടുകയും ചെയ്യാൻ വേണ്ടിയാണ് സിസ്റ്റം മനുഷ്യരാശി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ സിസ്റ്റം ചേഞ്ച് ചെയ്താലും 26-16 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദരിദ്രരെപ്പോഴും 26-11 വർക്കൗട്ട് ചെയ്യും. എന്താണ്? മർത്തായിയുടെ സുവിശേഷം. ദരിദ്രരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? എന്തെല്ലാം വിധത്തിലുള്ള സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്താലും ഈ സാഹചര്യം ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി എന്താണ്? അതിന് ബൈബിൾ മാത്രമേ പോംവഴി നൽകുന്നുള്ളൂ. എന്താണ്? ഇങ്ങനെ കുടുംബത്തിൻ്റെ സാഹചര്യം ചേഞ്ച് ചെയ്യാം, എൻ്റയർ നേഷൻ്റെ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. പക്ഷേ വിശ്വാസിക്ക് ഇതൊന്നും ബാധകമല്ല. അതിന് പകരം ഈശോ പറഞ്ഞ വാക്കെന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കൈയിടിച്ച് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവേ ആശ്രയിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴെന്താ പറഞ്ഞത്? കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം. വ്യക്തികൾ ഇവിടുന്ന് പോകുന്നതനുസരിച്ചും വന്നു ചേരുന്നതനുസരിച്ചും ഒന്ന് കുറയുന്ന 7:31 പ്രകാരം രൂപഭാവങ്ങൾ മാറാം. കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറാം. പലപ്പോഴും നമുക്ക് സങ്കടം വരും. നമ്മളെ പാലൂട്ടി നമുക്ക് വേണ്ടി മഴ കൊണ്ട് തീ കൊണ്ടൊക്കെ ജീവിച്ച അമ്മമാരെ, നമ്മൾ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മൾ സുഖമായി ജീവിക്കുമ്പോൾ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി വിറകായി തീയായി എരിഞ്ഞു തീർന്നവരെ ഇന്ന് അവിടെ മരുമക്കളുടെ കൂടെ സമയത്ത് കഞ്ഞി കിട്ടാതെ മരുന്ന് കിട്ടാതെ ജീവിക്കണ കാണുമ്പോൾ നമുക്ക് കുത്തിക്കൊല്ലാൻ തോന്നിപ്പോകും. ഇതാണ് സംഭവം. നമുക്ക് കാര്യം. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാൾ അമ്മയെ കൊണ്ട് വീട്ടിൽ നിർത്താം. ദാറ്റ്സ് ഓക്കെ, വി കൺ ഡു ഇറ്റ്. പക്ഷേ അതിനൊക്കെ എല്ലാം പരിധികളുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 4:11 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഏത് സാഹചര്യത്തിലും പറഞ്ഞ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് പരിശീലനം ചെയ്യണത്? ആരാണിത് പരിശീലനം തരണത് നമുക്ക്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ പരിശീലനം നൽകാൻ ഒരാളെ മാത്രമേ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. സംതൃപ്തി എങ്ങനെ വരണത്? ഇപ്പം 4:11 ഏറ്റു പറഞ്ഞ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിശീലനം ആരാ തരണത്? എങ്ങനെയാണ് ലഭിക്കണത്? പരിശീലനം ലഭിക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കാനുള്ള പരിശീലനം ലഭിക്കാൻ വേണ്ടി ദൈവം ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഫിലിപ്പിയർ 4:13. എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ. ഏറ്റു പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ കർത്താവേ, എന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം
എന്റെ തൊഴിൽ മേഖലയിൽ ആവശ്യമായതെല്ലാം, എന്റെ കുടുംബജീവിതത്തിന് ആവശ്യമായതെല്ലാം, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ചെയ്യാൻ കരുത്തു നൽകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതാണ് 1 Corinthians 7:31. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറാം, കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദമ്പതികളുമായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അവർ നല്ല ചെറുപ്പമാണെങ്കിലും അവരുടെ മക്കൾ കല്യാണം കഴിച്ചവരാണെങ്കിലും ആരും അവരുടെ കൂടെ ഇല്ല. അവർക്ക് ബെയർ ചെയ്യാൻ ഒരാൾക്ക് ഭയങ്കര സങ്കടമാണ്. അതിൽ അവർ നാട്ടിലുണ്ട്, പക്ഷേ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയാണ്. രൂപഭാവങ്ങൾ മാറി, കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ 7:31 പ്രകാരം കുടുംബത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി. ഈ രൂപഭാവങ്ങൾ മാറിയാലും പുതിയ സാഹചര്യം ഉണ്ടായാലും കർത്താവ് പറഞ്ഞത് എന്താണ്? വിശ്വാസി സംതൃപ്തിയോടെ ജീവിക്കണം. യു ഗോട്ട് ദ പോയിന്റ്? പിടിയോ? അതായത് സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, നമുക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ മൽപ്പിടുത്തം നടത്തരുത്. പിടികിട്ടിയോ? ഇതാണ് ഫിലിപ്പിയർ 4:11 പറയണത്. നമുക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടി, അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം മൽപ്പിടുത്തം നടത്തരുത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത്, വലിയ പ്രബോധനങ്ങളാൽ ശക്തിപ്പെടുന്നതിനെ ഓർത്ത് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. കാര്യം വചനം കേൾക്കുന്നവരോട് കർത്താവിന് പണ്ട് മുതലേ ഭയങ്കര കരുണയാണ്. അതിന് കർത്താവ് പറയണത്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ഇപ്പം ഈശോയുടെ വചനങ്ങൾ കേട്ടാൽ നമ്മുടെ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ വചനങ്ങൾ കേൾക്കുന്നവൻ ജീവിത വഴിയിൽ തളർന്ന് വീഴരുത്. അത് വലിയ ഗ്യാരണ്ടി അല്ലേ? അതാണ് ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ, അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികളിൽ തളർന്ന് വീഴും. ജോലിയില്ലാതെയും വീടില്ലാതെ സമാധാനം ഇല്ലാതെ രോഗം സൗഖ്യപ്പെടാതെ അവർ വീഴും. അതിന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനം കേട്ട ഉടനെ എപ്പോഴും കർത്താവ് രോഗസൗഖ്യ പ്രാർത്ഥന നടത്തുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് പിടിച്ച മാർഗ്ഗമല്ല, കർത്താവ് കണ്ടുപിടിച്ച രീതികളാണ്. വചന പ്രഘോഷണം കഴിഞ്ഞാൽ ഉടനെ പൊതുപ്രാർത്ഥന നടത്തും. എന്തിനാണ് കാര്യം? ആ വചനം കേട്ടവന് മിനിമം ഗ്യാരണ്ടി കിട്ടണം. അവൻ്റെ കടങ്ങൾ പരിഹരിക്കണം. സാമ്പത്തികമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവനെ നിലനിർത്തണം. അവന് ജപ്തി നടപടിയാണെങ്കിൽ അതിന് സമാധാനം ഉണ്ടാകണം. അവൻ വീഴാൻ പാടില്ല, അപമാനത്തിൽ വീഴാൻ പാടില്ല, അവൻ്റെ അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല. ബൈബിൾ മുഴുവനും അഭിമാനം സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ നിൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അതാണ് കാനായിലെ കല്യാണം പറയുന്ന സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണത്തിലെ സുവിശേഷ ശക്തിയാൽ അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് ആദ്യം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലെ ദിവ്യകൃപാന സ്വർഗീയ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന സൗഖ്യത്തിന്റെ ഈ സമയത്തേക്ക് ഞങ്ങളെ കൃപാസനത്തിലും ഓൺലൈനിലും അങ്ങേക്ക് അഭിമുഖമായി സമർപ്പിതരാകാൻ സഹായിച്ചതിന്
നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോഴേ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിലെ തളർന്നു വീഴുവെന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ കരുണയുടെ വലത്ത് കരം വാസനത്തിലെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഓൺലൈനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഈ പ്രാർത്ഥന ഈ ദിവസങ്ങളിലെ യൂട്യൂബിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിച്ച് കൂടുന്നവരുടെ മേലും കർത്താവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും അവർക്ക് ലഭിക്കട്ടെ. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന കർത്താവേ. ഇപ്പോൾ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മക്കളെ കൈകള് കൂപ്പി നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അച്ഛൻ ഇപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്ന് ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളെയും പ്രത്യേകം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൃപാസനത്തിൽ സന്നിഹിതരായിട്ടുള്ള മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും എല്ലാ മേഖലകളിലും ഈ സ്വരം കേൾക്കുന്നവരെ, അത്തറിയുന്ന ഈ സ്വരം പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്നവരെ എല്ലാവരും ഇപ്പോഴേ ശക്തമായി വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഓരോ മക്കളെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ധന് കാഴ്ച നൽകുവനെ, ഈശോ ചെവിടിനെ കേൾവി നൽകുവനെ, ഈശോ ഊമനെ സംഭാഷണം നൽകുവനെ, ഈശോ മഹോരോഗ്യപ്പെടുത്തിയവനെ കർത്താവേ, തലവാരോഗ്യപ്പെടുത്തവനെ കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവേ, അങ്ങനെ മക്കളുമെല്ലാം വിശുദ്ധമായ രക്തം കർത്താവേ മഴ പോലെ വെയിലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സ് തകർന്ന് വന്നവരുണ്ട് കർത്താവേ, മനസ്സ് തകർന്നിപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, ഈശോ അവരുടെ മേലെല്ലാം കർത്താവിന്റെ രക്തം തലക്കെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്യാൻസർ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് കർത്താവേ, ഹൃദയത്തിന്റെ രോഗങ്ങള്, കരളിന്റെ രോഗങ്ങള്, കിഡ്നിയുടെ രോഗങ്ങള്, കുടലിന്റെ രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവേ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ തളിക്കണമേ. ഈശോയെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാർഗരോഗങ്ങള് ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ഇറക്കമുള്ളവരും വെരിക്കോസിൻ്റെ അസുഖമുള്ളവരും വാതരോഗമുള്ളവരും ഒക്കെ കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിശുല രോഗികൾ, PCOD രോഗികൾ, അരിസസ് രോഗികൾ, അൾസർ രോഗികൾ, സിസ്റ്റിൻ്റെ രോഗമുള്ളവരെ, മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്റെ സ്തോത്രം കർത്താവേ. അനേകം മക്കൾ കർത്താവേ കൃപാസനത്തിലും കർത്താവ് ലോകം മുഴുവനും ഈ സമയത്ത് കർത്താവേ അങ്ങയുടെ നാമം അങ്ങയും നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ മേലെല്ലാം കർത്താവേ അങ്ങയുടെ കരുണ അങ്ങയുടെ കൃപ ഈശോ മഴ പോലെ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഉള്ളംകാലം മുതലേ ഉച്ചവരെ കർത്താവിന്റെ രക്തം ഇരച്ചു കയറട്ടെ കർത്താവേ. ഏറ്റവും വലിയ കീമോ കർത്താവേ അങ്ങയുടെ തിരുരക്തമാണല്ലോ കർത്താവേ. ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ത്വക്ക് രോഗങ്ങള്, മാരകരോഗങ്ങൾ, അൾസർ രോഗങ്ങള് കർത്താവേ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവേ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവേ, ഇപ്പോഴേ കർത്താവേ യേശുവിന്റെ നാമത്തില് വെയിലിന്റെ രോഗങ്ങൾ കർത്താവേ, അസ്ഥി രോഗം കർത്താവേ, അസ്ഥിക്കുഴയുടെ രോഗം കർത്താവേ, ഞരമ്പിന്റെ രോഗം കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ആലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പ്രത്യക്ഷീകരണം നിനക്ക് അവകാശമാകും, നിനക്ക് ഓഹരിയാകുകയും ചെയ്യും. ഞാനിപ്പോൾ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ കുട്ടികൾ, നിൻ്റെ കടങ്ങൾ ഒക്കെ ചേർത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. നീ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എല്ലാം സമർപ്പിച്ചുകൊണ്ട്.
അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിച്ച അമ്മയോട് പറയാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ഇപ്പോൾ പ്രകടമാക്കണമേ. ഈശോ, അനേകം മക്കൾ അങ്ങനെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. വിസ കമ്പനി അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവിടെ യോഗ്യതയുള്ള പല സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവരും പിടിച്ചു വെക്കപ്പെട്ടവരുണ്ട് കർത്താവേ. അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഉടമസ്ഥർ കർത്താവെ പിടിച്ചു വെച്ചിട്ടുണ്ട് കർത്താവേ. കർത്താവെ, ഞാൻ തുറന്ന വാതിലെ ആർക്കും പൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങ് വചനം ആരംഭിച്ചു. കർത്താവെ, അവിടെ കരകൾ കർത്താവെ അങ്ങ് തുറന്ന് കർത്താവെ ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര കർത്താവെ. പരീക്ഷ എഴുതിയിട്ടുണ്ട് കർത്താവെ, പക്ഷേ പരീക്ഷയിലെ അതിൻ്റെ റിസൾട്ടിൽ യാതൊരു പ്രത്യാശയുമില്ല. അമ്മേ, എന്ത് ചെയ്യണം? എനിക്ക് 256 മാർക്കിന് ഞാൻ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അമ്മ സ്വപ്നത്തിൽ അവർക്ക് കൊടുത്ത മാർക്ക് എഴുതി കാണിച്ചു കൊടുത്തു. ആ 356 മാർക്ക് സ്വപ്നത്തിൽ പറഞ്ഞ മാർക്ക് തന്നെ, കാണിച്ചു കൊടുത്ത മാർക്ക് തന്നെ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. എന്തൊരു സാക്ഷ്യമാണ്! നമ്മളുടെ ബുദ്ധിക്കും ചിന്തകൾക്കും എല്ലാം അപ്പുറത്താണ് അപമാതാവിൻ്റെ കാരുണ്യവും മധ്യസ്ഥവും. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതത്തിലെ ഒരു പരിഹാരവുമില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് ഈ അൾത്താറയിൽ ദൈവം പരിഹാരമുണ്ടാക്കും. ദൈവത്തിലെ എന്താണ് നിൻ്റെ വേദന? ഇപ്പോൾ തുറന്ന് കണ്ണുനീരോടുകൂടി പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുക. അഭിഷിക്തൻ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധിയിലും അമ്മയുടെ തിരുസന്നിധിയും മധ്യസ്ഥം വഹിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. അങ്ങയുടെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് തടസ്സമുള്ളവരെ, വിവാഹത്തിന് തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, വരുമാന മാർഗമില്ലാത്തവരെ, വരുമാന മാർഗം അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരെ, ഏജൻസികൾ നഷ്ടപ്പെട്ടവരെ, കമ്മീഷൻ നഷ്ടപ്പെട്ടവരെ, വ്യത്യസ്തമായ രീതികളിലെ വരുമാനമാണ് അടഞ്ഞുപോയവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വരുമാനത്തിന് വേണ്ടി എന്താണ് വഴിയെന്നറിയാതെ ബാങ്കുകളിലും ഗവൺമെന്റിലും പ്രോജക്ട് ഓഫീസുകളിലും കയറി ഇറങ്ങുന്നവരെ, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സർട്ടിഫിക്കറ്റ് പരീക്ഷയുമായി നടക്കുന്നവരെ, ഇന്റർവ്യൂ ടെസ്റ്റുമായി നടക്കുന്നവരെ, കർത്താവ് എഴുതി കഴിഞ്ഞവരെ, റിസൾട്ട് കാത്തിരിക്കുന്നവരെ എല്ലാവരുടെ മേലും കർത്താവിന്റെ കണ്ണച്ചൊരിയട്ടെ. അധികാരത്തിൽ ദുരിതത്തിന് തടസ്സങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ട നീക്കുക. സമാപന ആശീർവാദം. ഇപ്പോഴും നമ്മൾ ദിവ്യകൃപയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളുടെ കാര്യം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെക്കാൻ പ്രാർത്ഥനയിൽ ഓർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധ വഴി അത് ഓർത്ത് സമർപ്പിക്കാം. അവനുമായി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഇരു കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ അനേക രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കും നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഹോളിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, യുക്രൈസ്റ്റ് മീറ്റിൽ കണ്ടിട്ടുള്ളവരെ ആശീർവദിക്കും നന്ദി പറയുന്നു. മാരക രോഗങ്ങളും തീരാവ്യാധികളിൽ കഴിയുന്നവരെ, കൊറോണ വൈറസ് രോഗത്തിന് അടിമപ്പെട്ടവരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ നന്ദി പറയുന്നു. യേശുവേ, യേശുവേ, ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.